ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, എന്തിനാ ചിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇപ്പോഴേ പിടിക്കണ്ട, എന്റെ കൂറ കോലമാ, എന്റെ മാക്സി മൊത്തം അതെ മാക്സി വീട്ടില് പിന്നെ എല്ലാരും മാക്സിൽ ഇടുന്ന മൊത്തം നനഞ്ഞിരിക്കുക. നിങ്ങൾ എടുത്തോണ്ട് പോവാൻ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറച്ച് വെറൈറ്റി പരിപാടിയാണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്. 1 hour വ്ളോഗ് ചലഞ്ച്. അതായത് ഞാൻ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കാൻ പോവാണ്. ഇത് എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്കൊരു ട്രൈ ആണ്. അപ്പോൾ 1 മണിക്കൂർ വ്ളോഗ് ചെയ്യാനായിട്ട് പോവാണ്. 1 മണിക്കൂർ നീ എന്തൊക്കെ ചെയ്യുമെന്ന്? 1 മണിക്കൂർ മൊത്തം വ്ളോഗ് ചെയ്യുക. 1 മണിക്കൂർ. അപ്പൊ ശ്രീതു എത്തിയിട്ടുണ്ട്, ഇന്നലെ വന്നതാണ്. ഹായ്. അളിയൻ പുതിയ ഫോണൊക്കെ മേടിച്ചു കേട്ടോ. അളിയ പുതിയ എങ്ങനെ ഫോൺ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ഫോണാണ്, സൂപ്പറാണ്, പെർഫെക്റ്റ്. ഓക്കെ, അളിയന്റെ ഫോൺ ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്താണ് അത് ഫോൺ? അളി കാണിക്കട്ടെ. വേണ്ട, ഇതാണ് കേട്ടോ അളിയന്റെ പുതിയ ഫോണ്. സാംസങ് ഫോൾഡ് അല്ലേ? ഫോൾഡ് 5 ആട്ടോ അളിയന്റെ. ഇത് ഓണാക്കാൻ ഓണാവൂലേ? ഓണാവും. ഇപ്പൊ ചാർജ് തീർന്നിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഓൺ ആവാത്തത്. ഇന്ന് പിടിച്ചാളിയാ, ഇത് അളിയൻ പിടിച്ച് കട്ടാക്കി കേട്ടാ. ഇത് കണ്ടിന്യൂസ് വ്ളോഗാണ്, കട്ട് ചെയ്യല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, അളിയൻ പുതിയ ഫോണ് മേടിച്ചിരിക്കുകയാണ്, ഫോൾഡ് 5 അല്ലേ? ഇങ്ങനെ ഓടിക്കല്ലേ വേണ്ട, ഇങ്ങനെ ആകുമ്പോൾ നൂന്നൊക്കെ വരും. ഇത്രയും വലിയ സ്ക്രീന്, ഗെയിമൊക്കെ കളിക്കാൻ സൂപ്പർ. അതായത് ഇങ്ങനെ വെച്ച് കൊള്ളാം. പിന്നെ ഇത് മേടിച്ചപ്പോഴേ അളിയന് ലൈനും സെറ്റ് ആയിരുന്നു കേട്ടാ. ഇതാണ് ഏറ്റവും കത്താത്ത ഓണാവാത്ത ഇമ്പിൾഡ് ലൈനും ഉണ്ട്. അത് കമ്പനി വക ഫ്രീ. 1 2 3 4 ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. നിനക്ക് എന്താ അതിനിപ്പോ എന്താ ഉണ്ടോ? അമ്മ ഇങ്ങനത്തെ ഫോൺ കണ്ടിട്ടുണ്ടോ? നോക്കാൻ പറ്റുമോ? ഞാൻ കണ്ടു, ഞാൻ എന്റെ കാണിച്ചു ഇങ്ങനെ നോക്കാം. പെട്ടി പോലെ ആയി. എനിക്കത് 4 ലൈൻ ഉണ്ട്. അതെ, ലൈനാ വേണ്ട, ലൈൻ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് 4 ലൈൻ ഉണ്ട്. ബാക്കി ലൈൻ ഉണ്ടോ? ലൈൻ ഉണ്ടോ? എനിക്ക് 4 ലൈൻ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഫോൺ എന്ന് പറയുന്നത് ഒറ്റ സ്ക്രീന്, ഒറ്റ ഷേപ്പ്. ഇതാണ് സൂപ്പർ. ഇങ്ങനെ മിനിമം 3 സ്ക്രീൻ വേണം. എന്തിനാ ഈ മിനിമം 3 സ്ക്രീൻ? എന്തിനാണ്? നമ്മളെല്ലാം യൂസ് ചെയ്യണം. ഐഫോണിൽ മാത്രം നിൽക്കരുത്, നമ്മളിങ്ങനെ മാറണം, ഇതിനകത്തോട്ട് പൊക്കോണ്ടിരിക്കണം. അത് എങ്ങനെ ഐഫോൺ എങ്ങനെ പോയത്? ഐഫോൺ അടിച്ചുപോയി. അതെ, അളിയന്റെ 12 അല്ലായിരുന്നാ? 12 ഒക്കെ കൊണ്ട് നശിപ്പിച്ചേട്ടാ. അത് ഓടൂല. 4:30 കേട്ടോ. അപ്പം എത്ര മണി വരെ? 5:30 വരെ അല്ലേ? 5:30 വരെ വ്ളോഗ് എടുക്കാം കേട്ടോ. വേറെന്താ, ഇപ്പൊ എനിക്ക് പ്ലാനിങ് ഒന്നും ഇല്ല എന്തിനാ ചെയ്യണ്ടേന്ന്. ചുമ്മാ അങ്ങ് ഫ്ലോയിൽ അങ്ങ് പോവാ അല്ലേ? ചെരുപ്പ് എടുക്കട്ട്, നമുക്ക് എന്തേലൊക്കെ അങ്ങ് ചെയ്യാടേ. നമ്മളിവിടെ ഊഞ്ഞാലിട്ടളിയേ, അത് കണ്ടായിരുന്നാ? അതുകൊണ്ടാ റബ്ബറും തോട്ടത്തിൽ ഇട്ടു ഊഞ്ഞാല്. ബാമാ, അച്ഛൻ ഇവിടെ പോയി. അച്ഛൻ കളഞ്ഞിട്ട് വാഴ പോയി. എന്നാ പിന്നെ അച്ഛൻ്റെ അടുത്തോട്ടും കൂടെ പോവാം. ഫസ്റ്റ് അമ്മക്കേ ഊഞ്ഞാലാടാം. ചെരുപ്പടാ. ഈ ഹാപ്പി ഉണ്ടല്ലേ, വെറും വൃത്തിയോട്ടനാ. ഇത് ഇവിടുന്ന് തുറന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അവരെ ഫ്രണ്ടിൽ പോയിരുന്ന് അപ്പിയിട്ട് വെക്കും. തന്നെ സത്യമായിട്ടും വെറും അഴുക്ക സ്വഭാവമാണ്. നാട്ടുകാരെ കൊണ്ട് അടി മേടിച്ചു കൊടുക്കുന്ന സ്വഭാവമേ ഉള്ളൂ കയ്യിൽ. ഇവിടെ പോണണ്ട. ഇത് ഊഞ്ഞാൽ ഇവിടെ അല്ല, ഇവിടെ ഇടാൻ മരമില്ലല്ലോ. വീട്ടിൽ മരമില്ല കേട്ടാ. എന്താ അപ്പിടാൻ പോവുക അവിടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെയാണ് ഊഞ്ഞാലിട്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇല്ല, അച്ഛൻ 95 കിലോ വെച്ച് പരീക്ഷിച്ചതാ. മുള കഴിഞ്ഞ വർഷം കിട്ടിയതാണ് കേട്ടോ മുള. ഇതിപ്പം ഈ കൊല്ലം അതിനകത്ത് തന്നെ കെട്ടി. വേറെ വീട്ടിലും വേറെ മരമില്ല, ആകെ തെങ്ങും പിന്നെ മറ്റില്ല കമ്പിളി നാരങ്ങയേ ഉള്ളു. അതിനുകൊണ്ട് അതിനകത്തൊന്നും കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിലങ്ങ് കെട്ടി. ഒടിയോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ, വലിയ ബലമൊന്നുമില്ല. പക്ഷെ അത് കുഴപ്പമില്ല, അച്ഛൻ ഇരുന്ന് ടെസ്റ്റ് ചെയ്തതാ. 95 കിലോ ടെസ്റ്റ് ചെയ്തതാ. പിന്നെ ഭാഗ്യക്കേടിന് കുഴപ്പമില്ല. കണ്ടോ, മണ്ട ഒരു സാധനം ഇരിപ്പുണ്ട്. കണ്ടോ, മണ്ട ഒടിഞ്ഞാൽ കുഴപ്പമില്ല, ഇരുമ്പിന്റെ കപ്പി ഇരിപ്പുണ്ട്. അതുകൊണ്ട് വിഷയം. എന്നെ ആട്ടിത്താ, ഞാൻ ഇരിക്കാം. നല്ല കാറ്റ്. അളിയന്റെ ഓണം ഒരുക്കൊക്കെ എന്തരാ? ഒരുങ്ങി. ഞങ്ങളിവിടെ ഫുള്ള് ഓണാ. അളി ഞാൻ മലക്ക് വന്ന് എൻ്റെ കയ്യിൽ ഫോണാ. അപ്പോൾ വിട്.
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇല്ലല്ലേ ഇത് അങ്ങനെ പൊട്ടത്തില്ല, ഇത് സ്ട്രോങ്ങാ. ഇച്ചിരി നല്ലോണം കാട്ടിയേ, സ്പീഡില്ല. വാ പോവാ, ഇനി ഇതിനകത്തിരുന്ന് ഓടിയും. കമോൺ ബാളിയാ, നമുക്ക് കളങ്ങാട്ടോട്ട് പോവാ. ഇനി അച്ഛൻ്റെ അങ്ങോട്ട് പോവാം കേട്ടോ. അച്ഛൻ അവിടെ വാഴയ്ക്ക് കുഴിയെടുക്കുക. പിന്നെ എന്തിനാണോ എന്തോ ഇപ്പോഴേ. പക്ഷെ ഓണത്തിന് വാഴയില്ലായിരുന്നു. പക്ഷെ സത്യത്തിൽ ഈ വാഴ നടുമ്പോഴത്തേന് ഓണത്തിൻ്റെ സമയത്ത് കൊല കിട്ടുന്ന രീതിക്ക് വേണം. അതാണ് യൂസ്. ഇതിപ്പോൾ നമ്മൾ കൊലയൊക്കെ നേരത്തെ വെട്ടി പഴിപ്പിച്ച് തിന്ന്. ഓണത്തിന് ഇപ്പോൾ കൊലയില്ല അല്ലേ അമ്മ? അയ്യോ ഫൈഡർമാനാ? ഫൈഡർമാനാടാ. ബൈക്കിൽ പോവാല്ലേ? ഞാൻ ഓട്ടിക്കും. എന്നാ ഓട്ടിക്ക്. എൻ്റെ മുടി വളർന്നാ? മുടി ഇപ്പൊ വളർന്നു കേട്ടോ, കുഴപ്പമില്ല. ടാറ്റ. മൗനരാഗങ്ങൾ പേസുതേ ഭീകരാഗം. എനിക്ക് സിനിമ കാണാൻ പോണം. സ്പൈഡർമാൻ കാണാൻ പോണം. സ്പൈഡർമാനാ? പഴയ സ്പൈഡർമാൻ കണ്ടുകൂടാ. DC വേണേ കാണാൻ പോവാ. ഞാൻ 2 വട്ടം കണ്ട്. അളിയെ കണ്ടിട്ടില്ല, ഞാൻ കഥ പറഞ്ഞുതരാം. അവസാന ലോകേഷ് വണ്ടി ആക്സിഡന്റ് ട്വിസ്റ്റ് പോയി കഴിഞ്ഞു. ഇനി സിനിമയൊക്കെ ഇറങ്ങുമല്ലോ. ഫസ്റ്റ് ഷോയ്ക്ക് പോയി അളിയ എന്റെ അടുത്ത് ഒരുത്തരെ ദൃശ്യം 2 ഇല്ലേ, ദൃശ്യം 1ന്റെ അത് മോഹൻലാല് പോലീസ് സ്റ്റേഷനിൽ കുളിച്ചിടുന്നത്. ഇത് ആദ്യമേ പറഞ്ഞു. സൂപ്പർ കഥയാണ് അത്. ഈ പിള്ളേരൊക്കെ എങ്ങനെ സ്കൂളിൽ പോയി പഠിക്കണമെന്തോ. അയ്യോ ശംഭോ മഹാദേവ. അളി ഈ സ്കൂളിലെ യൂണിഫോം ഇതുവരെ മാറിയില്ലാട്ടാ. 5 തൊട്ടേ ഈ യൂണിഫോം ഒരു മാറ്റവും ഇല്ല. അവിടുത്തെ ആ തുണി തോനെയുണ്ട്. ആണ് നീ അവിടെ പഠിച്ചത് അതൊന്നും അല്ല. ആരാണെങ്കിലും അതാ ഒരു ഗതി പിടിക്കാതെ. ഇല്ലളിയാ, അവിടുത്തെ തുണി തോനെയുണ്ട്, കൊടുത്തു തീർക്കണ്ടേ. അതായിരിക്കും ആ സ്കൂളിൽ നിന്ന് തരുന്ന തുണിയാ. പക്ഷെ നമ്മള് പൈസ കൊടുക്കണം തുണിക്ക്. ആ മീറ്റർ തുണി ഇതുവരെ തീർന്നില്ലായിരിക്കും, അതായിരിക്കും. മൗനരാഗങ്ങൾ പേസുതേ ഇനത് ശ്വാസങ്ങൾ മണ്ടേ കയറി പോകാനാ കിട്ടൊന്നുമില്ല. പക്ഷെ നടന്ന് കയറി പോകാൻ പറ്റുന്നൊരു വഴിയുണ്ട്. പക്ഷെ കുറെ നടക്കണം, ഒരുപാട് വരും. പിന്നെ ഇത് ഇതുവഴിയുള്ള വഴി. ഫസ്റ്റ് റൈറ്റ്. ഈ വളവ് ഭയങ്കര പേടിയാണ്. എന്തൊക്കെയോ പണിയോ. താളത്തിലാടി മന്ദാരപ്പൂ കൊണ്ട് ഊഞ്ഞാലിലാടി. അളി തൊഴിലുറപ്പിന് ഇപ്പൊ 450 രൂപയൊക്കെ ഉണ്ട് അകത്തേറ്റ്. ഹൈ ആരാണിത്? ഓ ഭദ്രക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാരാ പുതിയ ഫ്രണ്ട്സാ? കണ്ടിട്ടില്ലല്ലോ. ഫ്രണ്ട്സാ? എന്താ പേരെന്താ? ഇവിടെ ഇങ്ങോട്ട് നോക്ക്. എന്താ പേരെന്താ? ഇതിന് പിടിപ്പല്ലൊക്കെ ഉണ്ടല്ലോ. ഇതാരാ? ചേച്ചിയാ? ചേച്ചിയാണോ? ആണോ? വാ കമോൺ. എവിടെ പോയി? സ്കൂളിൽ പോയാ? സ്കൂൾ അടച്ചില്ലേ?
സ്കൂളിൽ ഇപ്പോഴാണ് നടക്കൂല. പരീക്ഷ തുടങ്ങാൻ 13. പരീക്ഷ കഴിഞ്ഞില്ലേ? ഇല്ല 13. ഓണപരീക്ഷ കഴിഞ്ഞെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഓണപരീക്ഷ തുടങ്ങാൻ പോണതേ ഉള്ളാ? നിനക്ക് താമസിച്ച്. അല്ല, എല്ലായിടത്തും ഓണപരീക്ഷ കഴിഞ്ഞ്. ഏതൊക്കെ ജില്ല? അത് അത് വിട്, ബാ താട്ട് പോ. ഇവിടെ മൊത്തം കാടായാലടി. മൊത്തം കാടടേ ഇവിടെ. പപ്പാ, മൈ പപ്പാ, എന്തിനാ കല്ലിനോട്ടെ കുത്തിയിരിക്കുന്ന? നമ്മുടെ വാഴ ഇങ്ങോട്ട് നട്ടിട്ട് ഞാൻ വന്നില്ലായിരുന്നല്ലേ? ഇവിടെ എന്റെ വാഴ ഇപ്രാവശ്യം സെറ്റായി. ഓ സെറ്റ് എന്റെ ആന്ന് തോന്നുന്നു പൊക്ക കൂടുതലല്ലേ അല്ലേ? ഓ സെറ്റ് കേട്ടോ. ഓ സംതൃപ്തിയായി. ഇത് ഞാൻ നട്ടത് വളർന്നു കേട്ടാ. അതാ അത് ഇച്ചി കുരുടിയല്ലേ? ഇത് കുഴപ്പമില്ല കേട്ടാ. ഇത് അച്ഛൻ നട്ടല്ലേ അച്ഛാ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. ഓ ഇത് വളർന്നില്ലല്ലേ? ഓ ഞാൻ ഇത് കപ്പയില്ലായിരുന്നു കേട്ടാ. കപ്പയല്ല, ഏത്തനാ കേട്ടത്. ഇത് പെട്ടെന്ന് കിളിച്ചേട്ടത്. മൊത്തം കാടായല്ലേ? തീർന്നാ? ഈ വീടും ഇവിടെ മൊത്തം കാട് കേട്ടാ. ഇതിനകത്ത് കയറിയിട്ടില്ലേ കുടുംബം? അളി ഈ റൂമിന്റെ വലിപ്പം കണ്ട? ഇത്രേ ഉള്ളു. ഇതൊക്കെ ആയിരുന്നു കേട്ടോ അച്ഛൻ്റെ മുറി ഇതായിരുന്നു, അപ്പുറത്തായിരുന്നു കേട്ടോ. വരുന്ന വീട്ടിലോട്ട് പോവാ. അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സംഭവം ഇടയ്ക്ക് കയറി വരും. സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇടയ്ക്ക് വ്ളോഗ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചെക്കിംഗ് ഉണ്ടെങ്കിലും ഇനി പോലീസ് പിടിച്ചാല് ഇൻട്രസ്റ്റിംഗ് ആവൂല്ലേ വ്ളോഗ്? അതല്ല ഏട്ടാ, നമ്മളെ പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ. ബാക്കിൽ നിന്ന് പോലീസ് പിടിച്ചോളിയാ സ്പോട്ടില്. എന്റെ നാക്ക്, എന്റെ പൊന്നി. ഒരു ഫോണ്. ഇനിയിപ്പോ എന്തായാലും സ്റ്റേഷനിൽ പോണം കേട്ടോ. അപ്പൊ എന്തായാലും 1 മണിക്കൂർ വ്ളോഗ് ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആകുമായിരിക്കും അല്ലേ? സമയം തീരും. ഞങ്ങളാണെങ്കിൽ ചായ കുടിക്കാൻ. അപ്പൊ സുഹൃത്തുക്കളെ, വണ്ടി എന്തായാലും പോലീസ് കൊണ്ടുപോയി. അതല്ലളിയാ, ഞാനേ ചുമ്മാ അങ്ങ് പറഞ്ഞു തീർന്നതും പോലീസ് ബാക്കിൽ നിന്ന് പിടിച്ച്. അതെന്തു കളി, എന്റെ നാക്ക് അതുപോലെ വലിച്ചല്ലോ. ഇരിപ്പുണ്ടല്ലോ നമ്പർ പ്ലേറ്റ് ഇരിപ്പുണ്ട്. നമ്മളെ ട്രാക്കിൽ ഇടയ്ക്ക് കൊണ്ടുപോയി ബൈക്ക് ഓടിക്കുമല്ലോ, അപ്പോഴത്തേന് ഈ നമ്പർ പ്ലേറ്റ് വന്ന് ടയറിൽ തട്ടും. അപ്പോഴത്തേന് അത് അങ്ങനെയാണ് ഞാൻ ഈ നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചത്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, വണ്ടി പോലീസ് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ചടങ്ങത്തേക്ക് കേട്ടോ. എന്തായാലും സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അളിയനാട്ടോ വണ്ടി ഓടിച്ചത്. ക്വസ്റ്റ്യനൊക്കെ അളിയൻ്റെ നേരെയായിരുന്നു. അതൊന്നുമില്ല, ഞാൻ പറഞ്ഞു തീർന്നപ്പോഴേ പോലീസ് ഒന്ന് പിടിച്ചളിയാ. അതുണ്ടാ കിട്ടിയ ഉണ്ട്, ഓണായിരുന്നു ക്യാമറ. അപ്പൊ ഗൈസ് എന്തായാലും അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരും കേട്ടോ. ചായ കുടിക്കല്ലേ? ശുക്രൻ ആളിയപ്പോ തെളിഞ്ഞിരിക്കുന്ന. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞ് ആ നാക്കെടുത്ത് വായിലോട്ട് ഇട്ടില്ല. ആർക്കറിയാം, എന്റെ കിളി പോയിരിക്കുക. കാരണം ഇത് പറഞ്ഞു പിടിച്ചളിയ. അത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി കേട്ടോ. അതെല്ലാരും കണ്ട്. ഒരു ബസ്സിൽ ഫുൾ ആള് വന്ന് നിന്നതും പോലീസ് ബുക്ക് ചെയ്തു ഒരുമിച്ച്. ആളെ ഇപ്പോഴും 5 രൂപയാണോ ടിക്കറ്റ്? ST ഞാനും ഒത്തിരി ആയെന്ന് തോന്നുന്നു കേട്ടോ. 5 രൂപ ആയിരിക്കും. എന്തായാലും സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ നേരെ സ്റ്റേഷനിൽ പോകണം. ബൈക്കിൽ നിന്ന് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. കിട്ടുമെന്നാണ് പ്രതീക്ഷ. എനിക്കൊന്നും പറയില്ല, ചായ കുടിക്കണം. ചായ കുടിക്കാൻ പാ. അളിയൻ്റെ ലൈസൻസ് ഇരിപ്പുണ്ടോ കയ്യിൽ? ഇല്ല, കയ്യിലില്ലേ?
സൂപ്പർ. എന്തൊക്കെ വന്നാലും ചായ കൂടി മുടങ്ങരുത്. കറക്റ്റ് സമയത്ത് ചായ കുടിക്കണം. അതാ ഇപ്പം എൻ്റെ ശുക്രം തെളിഞ്ഞു നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ വരേണ്ടതല്ല. കറക്റ്റ് ഈ ഒരു സമയത്ത് നേരെ ഇവിടെ വരാനും അല്ല, ഞാനത് പറയാനും അപ്പം തന്നെ ഒന്ന് പിടിക്കാനും. ഇത് കട്ട് ചെയ്ത് ഇതിനെടുക്കാൻ എന്തായിരുന്നു? കട്ട് ചെയ്യാനങ്ങ് പോയി. കട്ട് ചെയ്ത് എന്നാലും അത് എങ്ങനെ ആ ടൈമിങ്ങിന് സംഭവിച്ചെന്നാണ്. സംടൈംസ് അവിടെ ദാ പറഞ്ഞു തന്നെ കുറെ ആളങ്ങ് കൂടി. അതാണ് പറഞ്ഞ കണക്കങ്ങ് ആള് കൂടി. അമ്മ അമ്മ വന്നേ ബാ. ഒരു പണി കിട്ടി. പോലീസ് പിടിച്ച്. ബൈക്ക് പോലീസ് കൊണ്ടുപോയി. ചടങ്ങ് വെച്ച്. ഇനി എന്തിനാ നമ്പർ പ്ലേറ്റും ട്രാക്കിൽ പോകുന്ന മാറ്റി വെക്കത്തില്ലേ നമ്പർ പ്ലേറ്റ്? അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലേ അതിനകത്തുണ്ട്. ആ മറ്റേ അതിന്റെ വെക്കണ സാധനം എല്ലാം ഉണ്ട്. നോക്കിയാണ് ഉണ്ടാകടാ ഹാപ്പി. അയ്യോ അയ്യോ എടുക്ക്. സാധനം എല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യണം കേട്ടോ. ആ അതേണ്ടേ ഐറ്റംസ് എല്ലാം ഉണ്ട്. എൻ്റെ സീനില്ല. നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ആ ഇതിനകത്താ വെക്കുന്ന നമ്പർ പ്ലേറ്റ് കേട്ടോ. ഇതൊക്കെ വണ്ടി മേടിച്ചപ്പോഴേ ഊരി വെച്ചതാ. ഇതില്ലല്ലോ. സൈഡ് ഗ്ലാസും നമ്പർ പ്ലേറ്റും ഇത് വെക്കുന്ന ഇതിനകത്ത് വെക്കണം നമ്പർ പ്ലേറ്റ്. ഇതിന്റെ വെട്ടം പോട്ടൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ടമ്മ. എന്തി പറയാനെന്ന് പറഞ്ഞ ഇപ്പൊ ഉടനെ എടുത്തോണ്ട് പോയേ. പറയാനാ അത് അളി ഒരു നാളും പതിവില്ലാത്ത കണക്ക് ഇന്ന് ഞാൻ ഓട്ടിക്കാം. കിട്ടിയല്ലോ, മതിയായല്ലോ. ഞങ്ങളെ തൂക്കിയപ്പോ പൊട്ട അവിടുത്തെ ആ ഓട്ടോക്കാര് അവര് എല്ലാം കൂടി അവിടെ ആളും കൂടിയച്ചാ. അതാ അതൊരു ബസ്സും കൂടെ വന്ന് നിർത്തി. മൊത്തം തിരക്കായി. അതാ വിഷയം. മൊത്തം ആളായി. ഞാൻ സൈഡിലോട്ട് നിന്ന് എന്നെ വലിയ പക്ഷെ ഞാനാ ഡീൽ ചെയ്തേളയാ. ഞാനാ പറഞ്ഞത് ട്രാക്കിലോടുന്ന ബൈക്കാണ്. പക്ഷെ അതും തിരിച്ചു മറുപടി പറഞ്ഞതാ ഇത് ട്രാക്ക് അല്ല കേട്ടോ. ഇത് ട്രാക്ക് അല്ലെന്ന്. അല്ല നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് ഫുള്ള്, അറിയാലോ. എന്നാലും വള്ളി പിടിക്കുന്ന വഴിയേ അതല്ല വിറ്റ്. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഇതോണ്ടേ അല്ല അവിടെ ഓട്ടോ എടുക്കണ്ട. ഇവിടെ ആയപ്പോ 2 ഹോണ്. അപ്പൊ ഗൈസ് 1 hour കഴിയാറായി കേട്ടാ. ഇപ്പൊ തന്നെ അയ്യോ 5 മണിയായി. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. 5:15 സമയം വെക്കും അങ്ങ് പോയല്ലിയ. എന്ത് പെട്ടെന്ന് 1 മണിക്കൂർ ഇതാ പറഞ്ഞ നമുക്കൊന്നും 1 മണിക്കൂർ പോകാൻ വേണ്ടിട്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് പോകും. ദയവാണ് പോലീസ് അവരാന്ന് കേട്ടോ. നമ്മള് ചടങ്ങിലെ പോലീസ് അല്ലായിരുന്നു വെച്ചാ അത്. വണ്ടി കണ്ടാ ഞാൻ എവിടെ പോയാലും നമ്മള് ജസ്റ്റ് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോഴത്തേന് നമ്മളെ എവിടെ പോയാലും ഇനി ചായ കുടിക്കാനല്ല എവിടെ പോണാലും ഞാൻ ഹെൽമെറ്റ് എടുത്തു. അത് എനിക്കൊരു ശീലമായി. സീറ്റ് ബെൽറ്റ് ഇടുന്ന കണക്കായി. എനിക്കിങ്ങനെ പെട്ടെന്ന് വൈകുന്നേരത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേന് ഇടണം. അറിയാം നമ്മൾ എവിടെ പോയാലും ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഇതൊരു അരോചകമാണ്. ഹെൽമെറ്റ് വെക്കത്തില്ല. എത്ര പെറ്റി കൊടുത്താലും ശരിയല്ല, ഹെൽമെറ്റ് വെക്കത്തേ ഇല്ല. ഇത് എന്തിനാ പറയുന്നത്? പോലീസിനെ പേടിക്കാനല്ല, അവനവന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത്. കേട്ടടാ വെക്കണം കേട്ടല്ലോ. സീറ്റ് ബെൽറ്റ് എടുത്തതിന് ഹെൽമെറ്റിനല്ല ഹേ ഗൈസ്, അങ്ങനെ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ 1 hour വ്ളോഗ് ചലഞ്ച് 2-3 മണിക്കൂറൊക്കെ ആയി. ഇപ്പം സമയം എത്ര ആയി? 8 മണി അങ്ങാണ്ടായി കേട്ടോ. വണ്ടി ഇറക്കി വേണ്ടേ, നമ്പർ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് കേട്ടല്ലേ പുതിയത്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ. മിറർ അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് ഇല്ലേ അച്ഛാ? 2 വാക്ക് എനിക്കൊന്നും സംസാരിക്കാൻ മര്യാദയ്ക്ക് ഹെൽമെറ്റ് ഇട്ടാൽ ഇവിടെ പോവുകയും ചെയ്യരുത്.
ഇതളക്ക് ഇത് ഊരിയും വെക്കരുത്, ഇത്രേ ഉള്ളൂ. ഓക്കെ. നടക്കാനൊന്നും വയ്യ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇടയ്ക്ക് ട്രാക്കിൽ കൊണ്ടുപോയി ബൈക്ക് ഓടിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി സെറ്റ് ചെയ്തത്. ഞാൻ മേടിച്ചതേ ട്രാക്കിൽ ഓടിക്കാനാണ് വണ്ടി. എല്ലാം എല്ലാം അതേ കണക്ക് ഇളക്കി. ഇന്ന് എന്തിനെന്നറിയാവോ, ഞാൻ ഇന്ന് ഇതിനെ ആ തറയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ എല്ലാം കൂടെ എടുത്ത് ഞങ്ങൾ ഷെയ്ഡിന്റെ വണ്ടേ കൊണ്ടുവച്ചു. കുറെ ദിവസം കൊണ്ട് അവിടെ ഇരിക്കുക. അപ്പോഴാണ് ഇതിന്റെ സാധനത്തിന് വരുന്നത്. ഇത് ഒരു നാളും പതിവില്ലാത്തതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ ബൈക്ക് ഓടിക്കുമെന്ന്, ഇന്നെങ്കിലും എനിക്ക് വേണം ഓട്ടിക്കാൻ. ഞാൻ പറഞ്ഞു എന്നാ ശരി നീ ഓട്ടി. ആ എന്നിട്ട് ഇവിടെ നേരെ കളങ്ങാട്ട് പോയി. കളങ്ങാട്ട് എന്നിട്ട് പറയാ ഞാൻ വണ്ടി കയറി. അപ്പം ഇറങ്ങ് ഞാൻ എടുക്കും വണ്ടി. അമ്മ ഇന്ന് പതിവില്ലാതെ എനിക്കൊരു ചരടും കൊണ്ട് കിട്ടിയിരുന്നു. ഇനി അതിന്റെ പവറാണോ എന്തോ. നാളും കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ വിശേഷം. ബൈ.